പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ സഹായിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസറായിരുന്ന ഒരുപാട് നല്ല സിനിമകൾ മലയാളി പ്രേക്ഷകന് മുൻപിൽ എത്തിച്ച പ്രിയപ്പെട്ട സംവിധായകൻ പത്മരാജന്റെ അടുത്ത സുഹൃത്തായിരുന്ന സുഹൃത്തിന്റെ വിലാപം വല്ലാതെ വേദനയോടെ വന്നതിനു ശേഷം സിനിമയിൽ നിന്ന് മാറി നിന്ന ഒരു കലാകാരന്റെ മരണവാർത്തയായിരുന്നു ഇന്ന് രാവിലെ പുറത്തു വന്നത്. പ്രശസ്ത സിനിമാ നിർമ്മാതാവായ ഗാന്ധിമതി ബാലൻ അന്തരിച്ചു എന്ന വാർത്ത ഇന്ന് രാവിലെയോടെയായിരുന്നു എല്ലാവരുടെ അടുത്തേക്കും എത്തിയത്. 66 വയസ്സായിരുന്നു ഗാന്ധിമതിക്ക്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ വെച്ച് വാർദ്ധക്യസഹിതമായ അസുഖങ്ങളെ തുടർന്നുള്ള മരണമായിരുന്നു. മലയാള സിനിമയുടെ ക്ലാസിക്കുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒട്ടേറെ സിനിമകൾ നിർമ്മിച്ച ഒരു വലിയ കലാകാരൻ തന്നെയാണ് ഗാന്ധിമതി ബാലൻ. ഭാര്യയും മക്കളെയും നന്നായി നോക്കി. 2 മക്കളും അവർക്ക് ചേർന്ന മരുമക്കളുമാണ്. അവരെ 4 പേരെയും തന്റെ സമ്പാദ്യവും തന്റെ എല്ലാ ആസ്തിയും ഏൽപ്പിച്ചാണ് ഇപ്പോൾ അദ്ദേഹം മടങ്ങുന്നത്. അവരെല്ലാവരും ഇദ്ദേഹത്തിന്റെ പല ബിസിനസ്സുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തെത്തിയ ഗാന്ധിമതി ബാലൻ നിർമ്മാണത്തിൽ മാത്രമല്ല അമ്മ സംഘടനയുടെ ഷോ ഉൾപ്പെടെ പലതും ഒറ്റയ്ക്ക് ചെയ്തു തീർത്ത ആള് തന്നെയാണ്. അതുമാത്രമല്ല ബിസിനസ് മേഖലയിൽ അദ്ദേഹത്തിന് നേടാൻ ഇനി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ മരണവാർത്ത എല്ലാവരെയും വേദനിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ ഈ പുഞ്ചിരിയുടെ കാരണം തന്നെയാണ്. എല്ലാവരെയും ചിരിച്ചുകൊണ്ട് മാത്രം അഭിസംബോധന ചെയ്യുന്ന വ്യക്തി 66 വയസ്സിൽ മരിക്കുന്നതിന് 3 വർഷം മുൻപ് തന്നെ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിയും അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി നീണ്ടു നിൽക്കുന്നു ഇദ്ദേഹത്തിന്റേതായ ബിസിനസ് സാമ്രാജ്യം. 63 വയസ്സിൽ അലിബായ് എന്ന പേരിലാണ് സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി സ്ഥാപിച്ചു തുടങ്ങിയത്. ആ സ്ഥാപിച്ച രാജ്യത്ത് ഒട്ടുമുഖ്യ കുറ്റാന്വേഷണ ഏജൻസികൾക്കും സൈബർ ഇന്റലിജൻസ് സേവനം നടത്തുന്ന സ്ഥാപനമായി അതിനെ വളർത്തി. ഇവന്റ്സ് ഗാന്ധിമതി എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ കൂടിയായ ഗാന്ധിമതി ബാലൻ നാഷണൽ ഗെയിംസ് അടക്കം നിരവധി വലിയ പരിപാടികൾ സംഘടിപ്പിച്ച ഒരു മികച്ച സംഘാടകൻ കൂടിയായിരുന്നു. മലയാളം സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മ ഷോ എന്ന പേരിൽ നിരവധി താരനിശകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ അനിത ബാലൻ അവസാന സമയം വരെയും അദ്ദേഹത്തിനോടൊപ്പം ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഭാര്യയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് പോകാൻ സമയമായി എന്ന സന്തോഷത്തോടെ ഇദ്ദേഹം പറഞ്ഞു. കാരണം മക്കളായ സൗമ്യയ്ക്കും അനന്തപത്മനാഭനും എല്ലാം കൈകളിൽ ഏൽപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം മടങ്ങുന്നത്. മരുമക്കളായ KM ഷ്യാമിനും അതുപോലെ തന്നെ അൽക്ക നാരായണനും ഇതുപോലെ അദ്ദേഹത്തിന്റെ സ്വത്തും സമ്പാദ്യവുമെല്ലാം ഏൽപ്പിക്കാനുള്ള കടമയും കൊടുത്തു. മകൾ സൗമ്യ ബാലൻ ഇവരുടെ തന്നെ അലിബായ് സൈബർ ഫോറൻസിക്കിലെ ഫൗണ്ടർ ഡയറക്ടറായി തന്നെ നിലനിൽക്കുന്നു. മകൻ അനന്തപത്മനാഭൻ ലോക മെഡിസിറ്റിയുടെ ഡയറക്ടറും മെഡ്രൈഡിന്റെ മാനേജിംഗ് പാർട്ട്ണറുമാണ്. മരുമകൻ KM ഷ്യാം അലിബായ് സൈബർ ഫോറൻസിക്കിന്റെ ഡയറക്ടറും ഗാന്ധിമതി ട്രേഡിംഗ് ആൻഡ് എക്സ്പോർട്ടിന്റെ ഡയറക്ടറുമാണ്. മരുമകൾ അൽക്ക നാരായണൻ ഒരു മികച്ച ഗ്രാഫിക് ഡിസൈനറാണ്. ഇദ്ദേഹത്തിന്റെ പേര് സൂക്ഷിക്കാനും ഇദ്ദേഹം തുടങ്ങിവെച്ച ഒരുപാട് സാമ്രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനും മക്കളുടെ കയ്യിൽ എല്ലാ താക്കോലും ഭംഗിയായി ഏൽപ്പിച്ച ഭാര്യയും അവരുടെ കയ്യിലും ഏൽപ്പിച്ചിട്ട് തന്നെയാണ് സന്തോഷത്തോടെയാണ് ഇദ്ദേഹത്തിന്റെ മടക്ക് യാത്ര. നിരവധി ഹിറ്റ് സിനിമകൾ മലയാളികളുടെ മുന്നിൽ എത്തിച്ച ഒരു മുതലാളി കൂടിയാണ് ഇദ്ദേഹം. പ്ലാന്റേഷൻ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയുള്ള ബിസിനസ്സുകളിലും സജീവ സാന്നിധ്യം തന്നെയായിരുന്നു എന്ന് പറയണം. പഞ്ചവടിപ്പാലം, മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, സുഖമോ ദേവി, മാളൂട്ടി, നൊമ്പരത്തിപ്പൂവ്, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, ഇരകൾ, 10-ാം ഉദയം തുടങ്ങി 30-ൽ പരം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു. 2015-ൽ നാഷണൽ ഗെയിംസ് ചീഫ് ഓർഗനൈസർ കൂടിയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിർമ്മാതാവ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.